ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി ഒരു വാഹനം കൂടി പിടിച്ചെടുത്തു. നടൻ ദുൽഖർ സൽമാന്റെ വാഹനമാണ് പിടികൂടിയത്. വെണ്ണലയിലെ ബന്ധുവിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് പിടിച്ചെടുത്തത്. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നുണ്ട്. കാളിദാസൻ, ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി ദുൽഖർ സൽമാന്റെ ഒരു വാഹനം കൂടി പിടിച്ചെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി കസ്റ്റംസ് ദുൽഖർ സൽമാൻ അടക്കമുള്ള നിരവധി പ്രമുഖരുടെ വീടുകളിൽ പരിശോധന നടത്തുന്നതും അതിൽ ദുൽഖർ സൽമാന്റെ ഡിഫൻഡർ വാഹനം കണ്ടുകെട്ടുന്നതും അതിനെ സംബന്ധിച്ച് ചില രേഖകളിലൊക്കെ അവ്യക്തത തന്നെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ഓണറുകളുടെ രേഖകളും അല്ലെങ്കിൽ ഓണർ ആരാണ്, ഇതിന് മുൻപത്തെ ഉടമകൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ചില രേഖകളൊക്കെ ദുൽഖർ സൽമാന് ഹാജരാക്കാൻ അല്ലെങ്കിൽ ഹാജരാക്കിയ രേഖകളിൽ പൂർണ്ണ തൃപ്തി കസ്റ്റംസിന് വന്നിട്ടില്ല. അതുകൊണ്ടാണ് അന്ന് ദുൽഖർ സൽമാൻ്റെ ഡിഫൻഡർ കണ്ടെടുത്തത്. അന്ന് അതോടൊപ്പം തന്നെ ദുൽഖർ സൽമാൻ്റെ നിസാൻ പെട്രോൾ Y60 എന്ന ആ ഒരു മോഡൽ വാഹനവും കൂടി കൃത്യമായി അതെവിടെയാണ് എന്നുള്ളതിലൊരു അവ്യക്തതയൊക്കെ അന്ന് കസ്റ്റംസിനുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് വാഹനങ്ങളാണ് ദുൽഖർ സൽമാനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ്റെ ഉടമസ്ഥതയിലുള്ള രണ്ട് വാഹനങ്ങളാണ് ഇത്തരത്തിൽ രേഖകളില്ലാതെ ഇത്തരത്തിൽ കള്ളക്കടത്ത് വാഹനമായി കസ്റ്റംസിൻ്റെ ഭാഗത്തു നിന്നും അറിയിച്ചിരുന്നത്. ഒപ്പം തന്നെ സംസ്ഥാന വ്യാപകമായി 150-ലേറെ സംസ്ഥാനത്തേക്ക് 150-ലേറെ വാഹനങ്ങൾ ഈ ഭൂട്ടാനിൽ നിന്നുള്ള കടത്ത് പ്രകാരം ഇന്ത്യയിലേക്ക് എത്തിച്ച് അതിൽ കേരളത്തിലേക്കും 150-ലേറെ വാഹനങ്ങൾ എത്തിച്ചു എന്നുള്ളതൊക്കെയാണ് പിന്നീട് കസ്റ്റംസ് അന്ന് വൈകുന്നേരം നടത്തിയ വാർത്താ സമ്മേളനത്തിലൊക്കെ പറഞ്ഞത്. 38ഓളം വാഹനങ്ങളുടെ വിവരങ്ങളൊക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഓപ്പറേഷൻ നുങ്കൂർ നടക്കും എന്നുള്ള ആ വാർത്ത നേരത്തെ തന്നെ ചോർന്നിട്ടുണ്ട് എന്നുള്ള സംശയമൊക്കെ കസ്റ്റംസിൻ്റെ ഭാഗത്തു നിന്നും തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിശോധനയിൽ കാര്യമായ വലിയൊരു കണ്ടെത്തലുകളൊന്നും ഇത്തരത്തിലുള്ള കണ്ടെത്തലുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ദുൽഖർ സൽമാൻ്റെ വീട്ടിൽ നിന്നും ഡിഫൻഡർ വാഹനം പിടിച്ചെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. 38ഓളം വാഹനങ്ങളുടെ വിവരങ്ങൾ അടക്കം ലഭിച്ചിരുന്നു. എന്നാൽ 150ഓളം വാഹനങ്ങൾ കേരളത്തിലേക്ക് എത്തിയിട്ടും 38 വാഹനങ്ങൾ മാത്രമേ കണ്ടെത്താൻ സാധിച്ചുള്ളൂ എന്നുള്ളിടത്ത് വലിയ രീതിയിലൊരു വിവരം ചോർത്തൽ അല്ലെങ്കിൽ അങ്ങനെ ഈ ഒരു വിവരം ചോർന്നിട്ടുണ്ടോ എന്നുള്ള നിഗമനത്തിലേക്കൊക്കെ കസ്റ്റംസ് പിന്നീട് എത്തിയിരുന്നു. പിന്നീട് ദുൽഖർ സൽമാൻ തൻ്റെ വാഹനം, ഈ ഡിഫൻഡർ വാഹനം തിരിച്ചു നൽകണമെന്നുള്ളൊരാവശ്യമായി ഹൈക്കോടതിയെ അടക്കം സമീപിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നിപ്പോൾ ദുൽഖർ സൽമാൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നും, വെണ്ണലയിലാണ് ഈ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നും ഈ നിസാൻ പെട്രോൾ വാഹനം കണ്ടുകെട്ടുന്നത്. ഇപ്പോൾ 4 വാഹനങ്ങൾ, ദുൽഖർ സൽമാൻ്റെ ഉടമസ്ഥതയിലുള്ള 4 വാഹനങ്ങൾ ഇത്തരത്തിൽ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ വാഹനം ഡിഫൻഡർ ഈ ഒരു ഓപ്പറേഷൻ നുങ്കൂറിൻ്റെ പരിശോധനയുടെ ഭാഗമായി പരിശോധനയ്ക്ക് ശേഷം കണ്ടുകെട്ടുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ വാഹനമാണ് നിസാൻ പെട്രോൾ Y60 എന്ന ചുവപ്പ് വണ്ടിയാണ് ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു ഡിഫൻഡർ വാഹനം, നേരത്തെ തന്നെ കണ്ടുകെട്ടിയിട്ടുള്ള ഡിഫൻഡർ വാഹനം തിരിച്ചു നൽകണമെന്നുള്ളൊരു ആവശ്യമായിട്ട് ദുൽഖർ സൽമാൻ ഹൈക്കോടതി അടക്കം സമീപിച്ചൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രണ്ടാമത്തെ വാഹനവും കൂടി കണ്ടെത്തുന്നത്. എന്തായാലും ഈ ഒരു ഓപ്പറേഷൻ നുങ്കൂറിൻ്റെ ഭാഗമായി ഇപ്പോഴും കൃത്യമായി വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ച് വരികയാണ്. അതോടൊപ്പം തന്നെ ഈ കസ്റ്റംസിനൊപ്പം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും നികുതി വെട്ടിക്കൽ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനായി GST വകുപ്പും ഒക്കെ തന്നെ ആ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി എന്നുള്ള ചില വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭിച്ചിരുന്നു. അത്തരത്തിലും അന്വേഷണങ്ങളൊക്കെ മുന്നോട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ രണ്ടാമത്തെ വാഹനം, ദുൽഖർ സൽമാൻ്റെ ഉടമസ്ഥതയിലുള്ള 4 വാഹനങ്ങൾക്ക് ഇത്തരത്തിലുള്ള രേഖകളിൽ അവ്യക്തതയുണ്ട് എന്നുള്ളത് തന്നെ കണ്ടെത്തിയിരുന്നു കസ്റ്റംസ്. അതോടൊപ്പം ആദ്യം ഡിഫൻഡർ കണ്ടെത്തിയിരിക്കുന്നു. പിന്നീട് 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അല്പസമയം മുമ്പേ ഈ ഒരു നിസാൻ പെട്രോൾ വാഹനം കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് തന്നെ കസ്റ്റംസ് ഒരുങ്ങുന്നത്. വണ്ടി കണ്ടെത്തിയിരിക്കുന്നു. വെണ്ണലയിലുള്ള ദുൽഖർ സൽമാൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നാണ് ഈ ഒരു വണ്ടി കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് കണ്ടുകെട്ടുന്ന നടപടികളിലേക്കൊക്കെ കസ്റ്റംസ് കടന്നിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാർത്തു. ശരി, ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി നടൻ ദുൽഖർ സൽമാന്റെ ഒരു വാഹനം കൂടി കസ്റ്റംസ് പിടിച്ചെടുത്തിരിക്കുകയാണ്. വെണ്ണലയിലെ ബന്ധുവിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഇത്തരത്തിൽ ദുൽഖർ സൽമാന്റെ ഒരു വാഹനം കൂടി പിടിച്ചെടുത്തിരിക്കുന്നത്. ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്മാരുടെ വീട്ടിലടക്കം റെയ്ഡുകൾ നടന്ന സാഹചര്യത്തിൽ വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നു. ഇപ്പോൾ ദുൽഖർ സൽമാന്റെ ഒരു വാഹനം കൂടി പിടിച്ചെടുത്തു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് പുറത്തു വന്നത്. പ്രസാദ് കാളിദാസാണ് വിവരങ്ങൾ നൽകിയത്.